നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെയിൽ ഐ ഡി പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും. പല സൈറ്റുകൾ സന്ദർശിക്കാനും പല ആപ്ലിക്കേഷനും ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാകും. എന്നാൽ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി സൈറ്റിലോ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലോ നമ്മളുടെ മെയിൽ ഐ ഡി ലോഗിൻ ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആരും ഓർമ്മിച്ച് വെക്കാനാണല്ലേ. എന്നോ എപ്പോഴോ എവിടെയോ നമ്മൾ ഒരത്യാവശ്യ ഘട്ടത്തിൽ നമ്മൾ സൈൻ ഇൻ ചെയ്ത് പോയിട്ടുണ്ടാകും. പിന്നെ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഒരുപാട് കാലമായിട്ടുണ്ടാകും. ഇതൊക്കെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? ഞാൻ ഈ കാണിക്കുന്ന ഓപ്ഷനിലൂടെ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിലൂടെ നമുക്ക് ഇത് സൈൻ ഔട്ട് ചെയ്യാനും ഈ ആപ്ലിക്കേഷൻ സംബന്ധമായിട്ട് നമ്മൾ മെയിൽ ഐ ഡി കൊടുത്തിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ മൊത്തം നമുക്ക് ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. ഈ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങളുടെ മെയിൽ ഐ ഡിയുടെ സുരക്ഷ നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള തേർഡ് പാർട്ടി സൈറ്റിലോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലോ നിങ്ങളുടെ മെയിൽ ഐ ഡി സൈൻ ഇൻ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒഴിവാക്കാൻ സാധിക്കും. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് അതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മെയിൽ ഐ ഡി ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഓൾ സർവീസസ് എന്ന ഭാഗമുണ്ട്. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും കണക്റ്റഡ് ആപ്സ് എന്ന ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. സെറ്റിംഗ്സ് ഫോർ ഗൂഗിൾ ആപ്സ് എന്ന ഓപ്ഷനിലായിരിക്കും കണക്റ്റഡ് ആപ്സ് ഉണ്ടാകുക. ചില മൊബൈലുകളിൽ മുകളിൽ തന്നെ കാണും, ചില മൊബൈലുകളിൽ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഇത് ഉണ്ടാകും. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും. ഓക്കെ, എൻ്റെ മൊബൈലിൽ ഏറ്റവും മുകളിൽ തന്നെ കണക്റ്റഡ് ആപ്സ് ഉണ്ട്. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ടോട്ടൽ 6 ആപ്സ് അല്ലെങ്കിൽ 6 സർവീസസ് ഞാൻ ഈ ഒരു മെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്തിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അത് ഏതാണെന്ന് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഇവിടെ ഫേസ്ബുക്ക് ഉണ്ട്, ഫേസ്ബുക്ക് ലൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, പിന്നെ ഇവിടെ ഗെയിം ഉണ്ട്, അതുപോലെ തന്നെ വെബ്സൈറ്റൊക്കെ ഉണ്ട്. ഓക്കെ, അത് നമുക്ക് ആവശ്യമില്ല എങ്കിൽ അവിടെ ആ ഒരു ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് റിമൂവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റേതായ രീതിയിൽ തന്നെ നിങ്ങൾ റിമൂവ് ചെയ്യണം. ഞാനിപ്പോൾ ഒരു വെബ്സൈറ്റ്, ഇതൊക്കെ ഒരു വെബ്സൈറ്റാണ്. ഇത് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ സൈൻ വിത്ത് ഗൂഗിൾ എന്ന ഭാഗത്ത് സി ഡീറ്റെയിൽസ് എന്ന ഭാഗമുണ്ട്. ഓക്കെ, അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ ആക്സസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാം. ഇവിടെ കണ്ടോ സ്റ്റോപ്പ് യൂസിങ് സൈൻ വിത്ത് ഗൂഗിൾ എന്ന ഈ ഒരു ബ്ലൂ കളർ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സൈൻ ചെയ്തത് നമ്മൾക്ക് ഇവിടെ നിന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ സ്വന്തമായിട്ടുള്ള ഡാറ്റകളൊന്നും തന്നെ ക്ലിയർ ആകുകയില്ല. ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് ഇവിടെ കണ്ടോ ഡിലേറ്റ് ഓൾ കണക്ഷൻസ് എന്ന ഈ ഒരു ഭാഗം, അവിടെ ഒരു ഏരോ മാർക്ക് ഉണ്ട്. അവിടെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ തന്നെ ഏറ്റവും താഴെ കൺഫേം എന്ന ഭാഗമുണ്ട്. കൺഫേം എന്ന ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ കൺഫേം കൊടുത്തിട്ടുണ്ട്. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാകും ഈ ആപ്ലിക്കേഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ബാക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ആ സൈറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ അവിടെ ഇല്ല. അത് സംബന്ധമായിട്ട് നമ്മുടെ മെയിൽ ഐ ഡി സംബന്ധമായിട്ട് എന്തൊക്കെ നമ്മൾ ലോഗിൻ ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ടോ ആ ഡാറ്റകൾ കംപ്ലീറ്റ് റിമൂവ് ആയിട്ട് അവിടെ നിന്നും നമ്മൾ സൈൻ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഏതെങ്കിലും സൈറ്റിലോ ഏതെങ്കിലും ആപ്പിലോ നിങ്ങൾ ഇതുപോലെ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ സൈൻ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ മെയിൽ ഐ ഡി സുരക്ഷ നിങ്ങൾ ഉറപ്പുവരുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.